ഹലോ നമസ്കാരം, എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ അടിപൊളി ഒരു കറന്റ് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. യെസ്, അപ്പൊ നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയൊക്കെ ആവാറായല്ലേ. മെയ് 2-നാണ് പരീക്ഷ. എല്ലാവരും തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ മാത്രമല്ല, നമ്മുടെ കമ്പനി ബോർഡ് LGS ആയാലും അതേപോലെ 10th പ്രിലിമിനറി എക്സാംസിന്റെയും അതേപോലെ ഫയർഫോഴ്സ് പോലുള്ള എക്സാംസിന്റെ ഒക്കെ ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം, അങ്ങനെയുള്ള പരീക്ഷകളിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അഫയർ ആണ് അല്ലെ. കറണ്ട് അഫയർ എന്ന് പറഞ്ഞൊരു റാങ്ക് മേക്കിംഗ് ടോപ്പിക് ആണ്. സോ ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് ആയാലും ഏത് പരീക്ഷ ആയാലും അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സിന്റെ നല്ല കിഡിലൻ കറണ്ട് അഫയേഴ്സ് സെഷൻ ആണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഉറപ്പായിട്ടും ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പരീക്ഷകളിൽ തീർച്ചയായും ഈ ഒരു സെഷൻ കാണുന്നതിലൂടെ ആൻസർ ചെയ്യാൻ പറ്റും. സോ ഒരു വീഡിയോ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ 2026 റിപ്പബ്ലിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. 2026 റിപ്പബ്ലിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കിയടാ, 2026 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം, അത് ആദ്യം മനസ്സിലാക്കേണ്ടത് 77ാമത് റിപ്പബ്ലിക് ദിനമാണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അപ്പൊ 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ പ്രധാന അതിഥികൾ ആരൊക്കെയായിരുന്നു? 2026 ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനത്തിലെ പ്രധാന അതിഥികൾ ആരൊക്കെയായിരുന്നു? കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഒന്ന്, ഉർസുല വോൺ ഡെർ ലൈൻ. ആരാണ്? ഉർസുല വോൺ ഡെർ ലൈൻ. അതാരാ? നമ്മുടെ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണ്. ആരാ? ഉർസുല വോൺ ഡെർ ലൈൻ. ഇതാണ് എന്താ, ഉർസുല വോൺ ഡെർ ലൈൻ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതേപോലെ അന്റോണിയോ കോസ്റ്റ, അതാ നിൽക്കുന്നു അന്റോണിയോ കോസ്റ്റ, നമ്മുടെ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ്. സെറ്റ് അല്ലേ? അപ്പൊ 77ാമത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ പ്രധാന അതിഥികൾ ആരെന്ന് ചോദിച്ചാൽ അത് രണ്ട് പേരാണ്. ഒന്ന് ഉർസുല വോൺ ഡെർ ലൈനും മറ്റൊന്ന് അന്റോണിയോ കോസ്റ്റയും. ഉർസുല വോൺ ഡെർ ലൈൻ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റും അതേപോലെ അന്റോണിയോ കോസ്റ്റ പ്രസിഡന്റ് ഓഫ് ദി യൂറോപ്യൻ കൗൺസിലുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാലോ. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്കല്ല, പകരം എന്താണ്, നമ്മളൊരു ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് അല്ലെ, മോസ്റ്റ് റിപ്പീറ്റിംഗ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തായിരിക്കും എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2026 ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ മുഖ്യ പ്രമേയം എന്തായിരുന്നു, അല്ലെങ്കിൽ തീം എന്തായിരുന്നു? ഓരോ വർഷവും ഇന്ത്യക്ക് ഓരോരോ തീം കാണും റിപ്പബ്ലിക് ദിനത്തിന്. അപ്പൊ 2026 പ്രമേയം എന്താണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ആ പ്രമേയം ഇതാണ്, വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. എന്താണ്? വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നായിരുന്നു എന്താ തീം. വന്ദേ മാതരം 150 ഇയേഴ്സ് എന്ന് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, സോ ഈ രണ്ട് ഫാക്ടും സെറ്റ് ആക്കിയെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. നോക്കിക്കോ, അടുത്തതും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. നോക്കിയാളാ, 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ച സൈനിക ബഹുമതിയായ കീർത്തി ചക്ര, ഏത് ബഹുമതിയാ? കീർത്തി ചക്ര നേടിയ മലയാളി ആരെന്നാണ് ചോദ്യം. അപ്പൊ 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ച സൈനിക ബഹുമതിയായ കീർത്തി ചക്ര നേടിയ മലയാളി ആരാ? എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടിയിട്ടൊക്കെ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആരാണ്? നമ്മുടെ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് എന്താ നമ്മുടെ കീർത്തി ചക്ര നേടിയത്. 77ാമത് റിപ്പബ്ലിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് കീർത്തി ചക്ര നേടിയ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്, മറന്നു പോകരുത്. അതേപോലെ ഒരു ഫാക്ടും കൂടി പഠിക്കാം. അശോക ചക്ര നേടിയതാരെന്ന് ചോദിക്കും. അശോക ചക്ര നേടിയത് ഈ ഒരു സെയിം ചടങ്ങിൽ തന്നെയായിരുന്നു അശോക ചക്രയും സമ്മാനിച്ചത്. അശോക ചക്ര നേടിയ ബഹിരാകാശ യാത്രികൻ ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? നമ്മുടെ ശുഭാംശു ശുക്ലയാണ്. ആരാണ്? ശുഭാംശു ശുക്ലയ്ക്കാണ് എന്താ അശോക ചക്ര ലഭിച്ചത്. അപ്പൊ കീർത്തി ചക്ര ആർക്കായിരുന്നു? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അശോക ചക്ര ആർക്കാണ്? ശുഭാംശു ശുക്ല. പ്രമേയം എന്തായിരുന്നു? പ്രമേയം വന്ദേ മാതരം 150 വർഷങ്ങൾ. പ്രധാന അതിഥികൾ ആരൊക്കെയായിരുന്നു? ഉർസുല വോൺ ഡെർ ലൈനും അന്റോണിയോ കോസ്റ്റയും. ഇതുവരെ സെറ്റ് അല്ലേ? എങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ശുഭാംശു ശുക്ലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മിഷൻ ഉണ്ടല്ലോടാ. ഏതാണ് ആ മിഷൻ? അതെ, ആക്സിയം മിഷൻ അല്ലെ. ആക്സിയം 4 മിഷൻ. ആക്സിയം 4 മിഷനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. ആക്സിയം 4 മിഷൻ എന്നായിരുന്നു അത് ലോഞ്ച് ചെയ്ത ഡേറ്റ? എന്നായിരുന്നു അത് വിക്ഷേപണം നടന്നത്? 2025 ജൂൺ 25. PSC അടക്ക സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ട് ചോദിച്ചതാണ്. 2025 ജൂൺ 25. അതേപോലെ അത് തിരിച്ചെത്തിയത്, റിട്ടേൺ ആയ ഡേറ്റും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 2025 ജൂലൈ 15. സെറ്റ് അല്ലേ? ആക്സിയം മിഷന്റെ അയച്ച ഡേറ്റും ലോഞ്ച് ഡേറ്റും റിട്ടേൺ ഡേറ്റും സെറ്റ് അല്ലേ? ഉഷാറല്ലേ? എങ്കിൽ മുന്നോട്ട് പോവാം അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം നമ്മുടെ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2025-ലെയും 2026-ലെയും രക്ഷാപ്രവർത്തനങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കോ. അപ്പൊ നോക്കിയാടാ, 2025
മാർച്ച് 28 മ്യാൻമാറിലുണ്ടായ വിനാശകരമായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ. അപ്പൊ മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം ഏതെന്നാണ് എന്താ ചോദ്യം. ഏതാണ് ഇന്ത്യ മ്യാൻമാറിന് വേണ്ടി നടത്തിയ ഓപ്പറേഷൻ? പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ചോദ്യം കൂടിയാണ്. ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ ബ്രഹ്മ. ഇത് ഓർത്തു വെക്കാൻ ഒരു കുഞ്ഞു കോഡ് പറഞ്ഞു തരട്ടെ. മ്യാൻമാറിന്റെ പഴയ പേരല്ലേ ബർമ. അപ്പോ ഓപ്പറേഷൻ ബ്രഹ്മ. എളുപ്പമായില്ലേ? ഈസി അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്. ഈ പഹൽഗാമിനെ കുറിച്ച് ഈ ഇടയ്ക്ക് ഒരു PSC പരീക്ഷയിൽ ഒരു അടിപൊളി ചോദ്യം, ഒരു സിമ്പിൾ ചോദ്യം എങ്കിലും കുറെ പേരൊക്കെ തെറ്റിക്കും. എന്താണെന്ന് അറിയാമോ? ഈ പഹൽഗാമിനെ കുറിച്ച് ചോദിച്ചതാ. വാലി ഓഫ് ഷെപ്പേർഡ്സ്. വാലി ഓഫ് ഷെപ്പേർഡ്സ്. ഇനിയും വരുന്ന LGS പരീക്ഷകളിലൊക്കെ ചോദിക്കാം. വാലി ഓഫ് ഷെപ്പേർഡ്സ്, ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നതാണ് എന്താ? പഹൽഗാം. ഓർത്തു വയ്ക്കുക. വാലി ഓഫ് ഷെപ്പേർഡ്സ് അല്ലെങ്കിൽ ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നതാണ് എന്താ? പഹൽഗാം. അപ്പം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ. മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ എന്നാണ് ചോദിക്കുന്നത്. ഏതാണത്? യെസ്, ഓപ്പറേഷൻ സിന്ദൂർ ആണ്. അപ്പൊ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ആണ് ഏതാ? ഓപ്പറേഷൻ സിന്ദൂർ. അത് സ്റ്റാർട്ട് ചെയ്തത് മെയ് 7 എന്ന് കൂടി ഇന്ത്യ ഓർത്തു വെക്കുക. ഓപ്പറേഷൻ സിന്ദൂർ ആണ്. അതേപോലെ ഈ ഒരു ഫാക്ടും കൂടി ഓർത്തു വെക്കുക. ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ വിശദീകരിക്കാൻ നിയോഗിച്ച വനിതകൾ അല്ലെ, 2 പേര് വന്നിട്ടാണ് നമ്മുടെ ഓപ്പറേഷനെ കുറിച്ച് വിശദീകരിക്കാൻ എത്തിയത്. ആരൊക്കെയായിരുന്നു ആ വനിതകൾ? PSC പരീക്ഷയ്ക്ക് ചോദിച്ചത് കൂടിയാണ്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ആരൊക്കെയാണ്? ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ വിശദീകരിക്കാൻ നിയോഗിച്ച വനിതകൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ അത് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ്. 2 ഓപ്പറേഷൻ സെറ്റാക്കി മ്യാൻമാറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ബ്രഹ്മ, അതേപോലെ പഹൽഗാം ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂർ, അതുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരിക്കാൻ എത്തിയ വനിതകൾ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. സെറ്റ് അല്ലേ? മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം നോക്കിയാൽ അടുത്ത പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ആണ് ഇറാനിലെയും ഇസ്രായേലിലെയും സംഘർഷ മേഖലകളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നത്. അതായത് ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ എന്താണ്? ഇറാനിലെയും ഇസ്രായേലിലെയും, ഇത് 2025 ഓപ്പറേഷൻ ആണ്. ഇറാനിലെയും ഇസ്രായേലിലെയും സംഘർഷ മേഖലകളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ. ഇത് 2025 ഓപ്പറേഷൻ ആണ്, 26 അല്ലേ? PSC ചോദിച്ച ഓപ്പറേഷൻ കൂടിയാണ്. ഇറാനിലെയും ഇസ്രായേലിലെയും സംഘർഷ മേഖലകളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ. അടിപൊളി. ഓപ്പറേഷൻ സിന്ധു ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓപ്പറേഷൻ സിന്ധു. അതേപോലെ വേറെ കൂടെ പഠിച്ചു വെച്ചോ. ദിത്വ ചുഴലിക്കാറ്റ് ആഘാതം ഏൽപ്പിച്ച ശ്രീലങ്കയ്ക്ക് ഇന്ത്യയുടെ വകയായിട്ടുണ്ടായിരുന്ന ഒരു ദുരന്ത നിവാരണ ദൗത്യം. അതായത് ദിത്വ ചുഴലിക്കാറ്റ് ആഘാതം ഏൽപ്പിച്ച ഈ ശ്രീലങ്കയെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദുരന്ത നിവാരണ ദൗത്യം ഏതായിരുന്നു എന്നാണ്. അവരുടെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ നടത്തിയ ഒരു ദൗത്യം. അതായത് ദിത്വ ചുഴലിക്കാറ്റ് അല്ലെ, ശ്രീലങ്കയെ വളരെയധികം ബാധിച്ചൊരു ചുഴലിക്കാറ്റാണ് ദിത്വ എന്ന് പറയുന്നത്. ദിത്വ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഏതെന്നറിയാമോ? ദിത്വ ചുഴലിക്കാറ്റിന് ആ ഒരു പേര് നൽകിയ രാജ്യം അതെ യമൻ ആണ് കേട്ടോ. യമൻ ആണ്. ദിത്വ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം യമൻ ആണ്. അപ്പൊ ദിത്വ ചുഴലിക്കാറ്റ് ആഘാതം ഏൽപ്പിച്ച ശ്രീലങ്കയ്ക്ക് ഇന്ത്യ നടത്തിയ ഒരു ദുരന്ത നിവാരണ ദൗത്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സാഗർ ബന്ധു ആണ്. എന്താണ്? ഓപ്പറേഷൻ സാഗർ ബന്ധു. തെറ്റിക്കല്ലേ. ഓപ്പറേഷൻ സാഗർ ബന്ധു. സെറ്റ് അല്ലേ? മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ഇറാന്റെ ആണവ നിർമ്മാണ ശേഷി തകർക്കുക, യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. 2025 നടന്നതെങ്കിൽ പോലും ഈ ഇടയ്ക്കും ചോദിച്ചിട്ടുണ്ട്. സോ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇറാന്റെ ആണവ നിർമ്മാണ ശേഷി തകർക്കുക, യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ? യെസ്, അടിപൊളി. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ആണ്. ഏതാണ്? ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഇറാന്റെ ആണവ നിർമ്മാണ ശേഷി തകർക്കുക, അതേപോലെ എന്താണ് യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ എന്ന് ചോദിച്ചാൽ അത് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ആണ്. ഒരുപാട് ഓപ്പറേഷനായി. ഓപ്പറേഷൻ ബ്രഹ്മയിൽ തുടങ്ങി. ഓപ്പറേഷൻ ഏത് പഠിച്ചു? സാഗർ ബന്ധു പഠിച്ചു. അതേപോലെ ഓപ്പറേഷൻ സിന്ധു പഠിച്ചു. സോ എല്ലാ ഓപ്പറേഷൻസും ഈ പറഞ്ഞ ഓപ്പറേഷൻസ് ഒക്കെ ഇന്ത്യ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. എല്ലാം കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇറാന്റെ ആണവ നിർമ്മാണ ശേഷി തകർക്കാനും യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർക്കുക ആ ഒരു ലക്ഷ്യത്തോടെ നടത്തിയ ഓപ്പറേഷൻ ആരാ? അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ എന്താ? ഓപ്പറേഷൻ മിഡ്നൈറ്റ്
ഹാമർ ആണ് കേട്ടോ. അടുത്തത് ഈ വർഷത്തെ അല്ലെങ്കിൽ 2026 ചോദിക്കാൻ പോകുന്ന ഏറ്റവും ഹോട്ട് ആയിട്ടുള്ള ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഇത് തന്നെ ആയിരിക്കും. നോക്കോ, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിച്ച അമേരിക്ക ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണ ദൗത്യം ഏതാണ്? ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിച്ച അമേരിക്ക ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണ ദൗത്യം നമ്മൾ ഈ വർഷം കണ്ടതാണ് ഈ ഒരു ഓപ്പറേഷൻ. യെസ്, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ആണ് എന്താ കറക്റ്റ് ആൻസർ. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിച്ച അമേരിക്ക ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണ ദൗത്യം എന്ന് ചോദിച്ചാൽ അത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ആണ്. തെറ്റിക്കരുത്, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി. അത് ഇങ്ങനെ തന്നെ ചോദിക്കും. ആയത്തുള്ള ഖമേനിയെ വധിച്ച സംയുക്ത ഓപ്പറേഷൻ അല്ലെങ്കിൽ സംയുക്ത വ്യോമാക്രമണ ദൗത്യം അത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ആണ്. എങ്കിൽ അടുത്ത ചോദ്യം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്ട് ചെയ്തൊരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പോ ഇറാന്റെ ആ ഒരു പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനിയെ ആര് വധിച്ചു? അമേരിക്ക ഇസ്രായേലിന്റെ ആ ഒരു സംയുക്ത ദൗത്യത്തിലൂടെ വധിക്കപ്പെട്ടു അദ്ദേഹം. എന്നാൽ ഇതിന് മറുപടിയായിട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇതിന്റെ മറുപടിയായിട്ട് ഇറാൻ ഇസ്രായേലിനെ തിരിച്ചാക്രമിച്ചു അല്ലെ? ഇറാൻ ഇസ്രായേലിനെ തിരിച്ചാക്രമിച്ചു. ആ ഓപ്പറേഷനും കൃത്യമായിട്ടൊരു പേരുണ്ട്. ഇറാൻ ഇസ്രായേലിന്റെ ഈ ഒരു ഓപ്പറേഷനെ തുടർന്ന് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയെ തുടർന്ന് ആയത്തുള്ള ഖമേനി മരണപ്പെടുകയും അതിന് തിരിച്ചടിയായിട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ആ ഓപ്പറേഷന്റെ പേരാണ്, കൃത്യമായിട്ട് ഓർത്തു വെച്ചോ, ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. എന്താണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്? കൃത്യമായിട്ട് നമ്പർ പഠിച്ചു വെച്ചോ. ട്രൂ പ്രോമിസ് 4. എന്താണ് ട്രൂ പ്രോമിസ് 4? കാരണം ട്രൂ പ്രോമിസ് 3 2025 സംഭവിച്ചായിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്പർ സഹിതം പഠിച്ചോ. ട്രൂ പ്രോമിസ് 4 എന്നാണ് കേട്ടോ. അപ്പോ എന്താണ് ആയത്തുള്ള ഖമേനിയെ വധിച്ചതിന്റെ പ്രതികാരം തീർക്കുക അല്ലെങ്കിൽ അതിന് മറുപടിയായിട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച ഓപ്പറേഷൻ ആണ് എന്താ? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4. അമേരിക്ക ഇസ്രായേൽ സംയുക്ത ദൗത്യം ഏതായിരുന്നു? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി. അത് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനിയെ വധിച്ച ഓപ്പറേഷൻ. അതിന്റെ മറുപടിയായിട്ട് ഇറാൻ തിരിച്ചു നടത്തിയ ഓപ്പറേഷൻ, ഇസ്രായേലിനെതിരെ നടത്തിയ ഓപ്പറേഷൻ ആണ് ഏതാ? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 അല്ല 4. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത കുറച്ച് പത്മ അവാർഡുകളായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകൾ നോക്കാം. അപ്പോ നമ്മൾ 2 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കവർ ചെയ്തു. ഒന്ന് റിപ്പബ്ലിക് ദിനം, അതേപോലെ ഏതാണ് നമ്മുടെ ഓപ്പറേഷൻ. സോ ഈ 2 ടോപ്പിക്സും എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ കവർ ചെയ്തു. സോ അത് കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത ചോദ്യം നോക്കിയാടാ. 2026 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ സിനിമാ നടൻ ആരാണ്? 2026 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ സിനിമാ നടൻ ഇദ്ദേഹമാണ്. ആ സിനിമാ നടൻ അല്ലെ, നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ആരാണത്? ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ ആണ് കേട്ടോ. 2026 മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ സിനിമാ നടനാണെന്ന് ചോദിച്ചാൽ അത് ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ ആണ്. അതോടൊപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളോട് പഠിച്ചാലോ. പത്മവിഭൂഷൺ ജേതാക്കൾ, പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തിയാണ് ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ. അദ്ദേഹം ഉൾപ്പെടെ 5 പേർക്കാണ് എന്ത് ചെയ്തത്? പത്മവിഭൂഷൺ 2026 സമ്മാനിക്കപ്പെട്ടത്. ഒന്ന് ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ തന്നെയാണ് മരണാനന്തര ബഹുമതിയായിട്ട് അല്ലെ, പോസ്റ്റ്മസ് ആയിട്ട് കല എന്ന മേഖലയിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതേപോലെ ജസ്റ്റിസ് KT തോമസ് അല്ലെ, നമ്മുടെ മുൻ സുപ്രീം കോടതി ജഡ്ജി കൂടിയായ ജസ്റ്റിസ് KT തോമസിന് പൊതുകാര്യങ്ങൾ എന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തു? പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. ഈ ജസ്റ്റിസ് KT തോമസിന്റെ ഒരു ആത്മകഥയുണ്ടല്ലോ, PSC ചോദിച്ചാ ജസ്റ്റിസ് KT തോമസിന്റെ ആത്മകഥ സോളമന്റെ തേനീച്ചകൾ. എന്താണ്? കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. ജസ്റ്റിസ് KT തോമസിന്റെ ആത്മകഥയാണ് എന്താ? സോളമന്റെ തേനീച്ചകൾ. കൃത്യമായിട്ട് പഠിച്ചു വെക്കണടാ. ജസ്റ്റിസ് KT തോമസിന്റെ ആത്മകഥ സോളമന്റെ തേനീച്ചകൾ. അടുത്ത ആരും നോക്കിയേ, N രാജം. ആരാണ്? N രാജം. കല എന്ന മേഖലയിലാണ് കിട്ടിയിരിക്കുന്നത്. N രാജം എന്താണ്? ഒരു വയലിനിസ്റ്റ് കൂടിയാണ്. അപ്പോ ധർമ്മേന്ദ്ര സിംഗ് ദിയോള, ജസ്റ്റിസ് KT തോമസ്, N രാജം. അടുത്തത് P നാരായണൻ സാഹിത്യവും വിദ്യാഭ്യാസവും എന്ന മേഖലയ്ക്കാണ്. സാഹിത്യവും വിദ്യാഭ്യാസവും. അടുത്തത് VS അച്യുതാനന്ദനാണ്, നമ്മൾ എല്ലാവരും കണ്ടതാണ്. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പൊതുകാര്യങ്ങൾ എന്ന മേഖലയിലാണ് കേട്ടോ. അപ്പൊ 5 പേര്: ധർമ്മേന്ദ്ര സിംഗ് ദിയോള, ജസ്റ്റിസ് KT തോമസ്, N രാജം, P നാരായണൻ, VS അച്യുതാനന്ദൻ. ഓക്കെ, അപ്പൊ ഈ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഇവരെ ഓർത്തു വയ്ക്കാം. അതേപോലെ പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാള നടൻ ആരാ? പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാള നടൻ 2026 അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം, മമ്മൂട്ടിക്കാണ് എന്ത് ചെയ്തത്? പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാള നടൻ എന്ന് പറയുന്ന ആരാണ്? മമ്മൂട്ടിയാണ്. ഓക്കെ, അപ്പൊ അതും കൂടി എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് പോവാമെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. അടുത്തത് ISROയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. കുറച്ച് ചോദ്യങ്ങൾ, 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ കൂടിയാണ്. നോക്കിക്കോ, കേബിളുകളോ
ടെലികോം ടവറുകളോ ഇല്ലാതെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം നൽകാൻ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഏതാണ്? കേബിളുകളും ഇല്ല, ടെലികോം ടവറുകളും ഇല്ല, അതൊന്നിന്റെയൊന്നും ആവശ്യമില്ലാതെ നേരിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു സംവിധാനത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർനെറ്റ് ലഭിക്കും എന്ന രീതിയിൽ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഏതാണെന്നാണ് ചോദ്യം. ഏതെന്ന് ചോദിച്ചാൽ അത് ബ്ലൂബേർഡ് 6 ആണ്. ഏതാണ്? ബ്ലൂബേർഡ് 6 ആണ് എന്താ ആ ഒരു ഉപഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത് ISRO ഒരിക്കലും ഇന്ത്യക്ക് വേണ്ടി നടത്തിയ ഒരു വിക്ഷേപണമായിരുന്നില്ല, മറിച്ച് അമേരിക്കൻ കമ്പനിയായ AST സ്പേസ് മൊബൈലിന് വേണ്ടിയിട്ട് നടത്തിയ വിക്ഷേപണമായിരുന്നു. AST സ്പേസ് മൊബൈൽ എന്ന അമേരിക്കൻ ടെലികോം കമ്പനിക്ക് വേണ്ടി നടത്തിയ വിക്ഷേപണമായിരുന്നു എന്താ ബ്ലൂബേർഡ് 6 എന്ന് പറയുന്നത്. ISROയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭാരമേറിയ വിക്ഷേപണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം ബ്ലൂബേർഡ് 6 ആണ്. എന്നാൽ ISROയുടെ ചരിത്രത്തിൽ ഇന്ത്യക്ക് വേണ്ടി ISRO നടത്തിയ ഏറ്റവും വലിയ ഭാരമേറിയ വിക്ഷേപണം എന്ന് ചോദിച്ചാൽ അത് ബ്ലൂബേർഡ് 6 അല്ല. ഇന്ത്യക്ക് വേണ്ടി നടത്തിയതിൽ ഏറ്റവും വലുത് CMS-03 ആണ്. പക്ഷെ അത് ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല. ടോട്ടൽ എടുക്കുകയാണെങ്കിൽ, കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ അത് ഏത് തന്നെയാണ്? ബ്ലൂബേർഡ് 6. ഇന്ത്യക്ക് വേണ്ടി എടുത്ത് ചോദിക്കുകയാണെങ്കിൽ മക്കളെ അത് ഏതാണ്? കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് കൂടിയായ CMS-03 ആണ്. തെറ്റിച്ചിട്ട് വരരുതേ, CMS-03 ആണ്. അത് നമ്മുടെ ബ്ലൂബേർഡ് 6 എന്താണ്? അമേരിക്കൻ കമ്പനിയായ AST സ്പേസ് മൊബൈലിന് വേണ്ടിയിട്ടായിരുന്നു. എന്നാണ് ഈ ബ്ലൂബേർഡ് 6 വിക്ഷേപണം നടത്തിയതെന്ന് അറിയാമോ? എന്നാണ് ബ്ലൂബേർഡ് 6ന്റെ വിക്ഷേപണ തീയതി? ക്രിസ്മസിന്റെ തലേന്നായിരുന്നു. 2025 ഡിസംബർ 24 എന്താ ബ്ലൂബേർഡിന്റെ വിക്ഷേപണ തീയതി. ഇപ്പോൾ സ്ഥിരമായിട്ട് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി പറയട്ടെ. നമ്മുടെ ISROയുടെ 100ാമത്തെ ദൗത്യം ഏതെന്നറിയാമോ? ISROയുടെ 100ാമത്തെ ദൗത്യം NVS-02. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ISROയുടെ 100ാമത്തെ ദൗത്യമാണ് എന്താ? NVS-02. ഏതാണ്? NVS-02. ഇപ്പൊ നമ്മൾ ബ്ലൂബേർഡ് 6 പഠിച്ചു. അത് ബ്ലൂബേർഡ് 6 ആർക്ക് വേണ്ടിയിട്ടുള്ള വിക്ഷേപണമാണെന്ന് പഠിച്ചു. എങ്ങനെയാണ് തമ്മിലുള്ള വ്യത്യാസം, ബ്ലൂബേർഡ് 6ഉം CMS-3യും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് മനസ്സിലായി അല്ലെ? ബ്ലൂബേർഡ് 6 അമേരിക്കൻ കമ്പനിയായ AST മൊബൈലിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും ഭാരമേറിയ വിക്ഷേപണം എന്ന് ചോദിച്ചാൽ അത് ബ്ലൂബേർഡ് 6 തന്നെയാണ്. പക്ഷെ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ ബാഹുബലിയായ CMS-03 ആണ്. ഓക്കെ, അതേപോലെ 100ാമത്തെ വിക്ഷേപണം ഏതാ? NVS-02 ആണ്. ഓക്കെ അല്ലെ? എങ്കിൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇനി വരുന്ന പരീക്ഷകളിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്. എന്താണെന്ന് നോക്കിയോ. 2026 ജനുവരി 12 വിക്ഷേപണത്തിന്റെ 3ാം ഘട്ടത്തിലുണ്ടായ സാങ്കേതിക തകരാർ മൂലം പരാജയപ്പെട്ട ISROയുടെ 2026 പ്രഥമ ദൗത്യം. വിജയങ്ങൾ മാത്രമല്ല ISRO ചോദിക്കാറുള്ളത്, വിജയങ്ങൾ മാത്രമല്ല ISROയുടെ നമ്മൾ പഠിക്കാനുള്ളത്, കൃത്യമായിട്ട് പരാജയങ്ങളെ കുറിച്ചും പഠിക്കണം അല്ലെ? നമ്മളും പരാജയങ്ങളിൽ നിന്നല്ലേ മുന്നോട്ട് വരിക. സോ പരാജയങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ISROയുടെ 2026 പ്രഥമ ദൗത്യം ഏതെന്നാണ് ചോദ്യം. ഏതാണത്? PSLV C62 ആയിരുന്നു. PSLV C62 ആയിരുന്നു. പക്ഷെ ഇത് എന്ത് ചെയ്യപ്പെട്ടു? പരാജയപ്പെട്ടു. ഇതിന്റെ 3ാമത്തെ ഘട്ടത്തിലുണ്ടായ സാങ്കേതിക തകരാറ് മൂലം അല്ലെ, 3rd സ്റ്റേജിലുണ്ടായ സാങ്കേതിക തകരാറ് മൂലം എന്ത് ചെയ്യായിരുന്നു? ഈ ഒരു മിഷൻ പരാജയപ്പെടുമായിരുന്നു. PSLV C62. അത് കൃത്യമായിട്ട് പഠിക്കുക. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമുണ്ട്. ഇതിന് മുന്നേ വിക്ഷേപിച്ച PSLV C61 എന്ത് തന്നെയായിരുന്നു? പരാജയം തന്നെയായിരുന്നു. PSLV C62 മുന്നേ വിക്ഷേപിച്ച PSLV C61 കൃത്യമായി പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളെ തുടർന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി PSLVയുടെ തുടർച്ചയായ പരാജയങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് വരുന്ന പരീക്ഷകളിൽ PSC സ്ഥിരമായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കും. ആ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് K വിജയരാഘവനാണ്. ആരാണ്? K വിജയരാഘവൻ. ആരാണ്? K വിജയരാഘവൻ. അദ്ദേഹം ശാസ്ത്ര ഉപദേഷ്ടാവ് കൂടിയാണ്. K വിജയരാഘവൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്താ PSLVയുടെ തുടർ പരാജയങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച സമിതിയുടെ ചെയർമാൻ. ഈ PSLV പരാജയങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ കേരളത്തിലൊരു വ്യക്തി വന്നു. നമ്മുടെ ദുരന്ത സ്റ്റൈൽ അല്ലെ, കേരളത്തിലൊരു വ്യക്തി വന്നായിരുന്നു. ആ വ്യക്തിയുടെ പേരെന്താ? അജിത് ഡോവൽ എന്നാണ്. പക്ഷേ ഇതിന്റെ സമിതിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? K വിജയരാഘവനാണ്. അതേപോലെ ഇതിനൊരു ഉപാധ്യക്ഷൻ കൂടിയുണ്ട്, അല്ലെങ്കിൽ ഒരു വൈസ് ചെയർമാൻ കൂടിയുണ്ട് ഈ സമിതിക്ക്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേരാണ് നമ്മുടെ മുൻ ISRO ചെയർമാൻ കൂടിയായ 10ാമത് ISRO ചെയർമാൻ ആയിരുന്ന S സോമനാഥ. ആരാണ്? S സോമനാഥ. S സോമനാഥ. അപ്പൊ സമിതിയുടെ ചെയർമാൻ വിജയരാഘവൻ, ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ S സോമനാഥ. കേരളത്തിൽ ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ എത്തിയത് നമ്മുടെ ദുരന്തർ സ്റ്റൈലിലെ നായകൻ അല്ലെ, നമ്മുടെ ആരാണ്? അജിത് ഡോവൽ ആണ്. ഓക്കെ അല്ലേ? സുരക്ഷാ ഉപദേഷ്ടാവാണ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. ഞാനിങ്ങനെ ഭയങ്കര ഒരു ബിൽഡപ്പ് കൊടുത്ത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ ദുരന്തർ സ്റ്റൈൽ എന്നൊക്കെ. ഓക്കെ, സോ അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ നിലവിലെ ISRO ചെയർമാൻ ആരാ? അത് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള V നാരായണനാണ് എന്താ നിലവിലെ ISRO ചെയർമാൻ. V നാരായണനാണ് എന്താ
നിലവിലെ ISRO ചെയർമാൻ. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കണം, മറന്നു പോകരുതേ. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ഭാഗം നമ്മുടെ വിന്റർ ഒളിമ്പിക്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതുകൂടി ശ്രദ്ധിച്ച് പഠിക്കാം. 25ാമത് വിന്റർ ഒളിമ്പിക്സ് 2026 18 സ്വർണം ഉൾപ്പെടെ 41 മെഡലുകൾ നേടി ജേതാക്കളായ രാജ്യമാരാണ്. അതായത് വിന്റർ ഒളിമ്പിക്സിൽ 2026 നടന്ന വിന്റർ ഒളിമ്പിക്സിൽ ജേതാക്കളായ രാജ്യം ആരെന്നാണ് ചോദിക്കുന്നത്. അവർക്ക് ജേതാക്കളാവുക അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അങ്ങനെ എന്ത് ചെയ്യാ, ഈ രാജ്യത്തെ ഒന്ന് ഓർത്തു വെക്കുക. ഒരു വഴിയുമില്ല. അതിന്റെ ഇംഗ്ലീഷ് എന്തുവാ? നോ വേ. അപ്പൊ ഉത്തരം എന്താ? നോർവേ. അടിപൊളി അല്ലേ? ഓക്കെ, അപ്പൊ ജേതാക്കളായ രാജ്യം എന്ന് ചോദിച്ചാൽ ഇതാണ്, നോർവേ ആണ്. 2ാം സ്ഥാനം നേടിയതാരാ? അമേരിക്ക. ആരാണ് 2ാം സ്ഥാനത്ത് വന്നത്? അമേരിക്ക ആയിരുന്നു. അതേപോലെ വേദി ഓർത്തു വെക്കുക. ഇറ്റലിയിലെ മിലൻ അതേപോലെ കോർട്ടിന എന്നീ നഗരങ്ങളായിരുന്നു. ഇറ്റലിയിലെ മിലൻ, കോർട്ടിന എന്നീ നഗരങ്ങളായിരുന്നു എന്താ? വേദിയായ നഗരങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ 2026 വിന്റർ ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ടീനയും മൈലോയും. ആരൊക്കെയാണ്? ടീനയും മൈലോയും. ഇതാണ് ടീനയും മൈലോയും. ഇവര് ഇറ്റാലിയൻ സ്റ്റോട്ടുകളാണ് കേട്ടോ. അവിടെയുള്ള ഒരു പ്രത്യേകതരം മൃഗമാണ് സ്റ്റോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റാലിയൻ സ്റ്റോട്ടുകളാണ്. ടീനയും മൈലോയും ആയിരുന്നു എന്താ? 2026 വിന്റർ ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ. ടീന ആൻഡ് മൈലോ. ഇത് ഇറ്റാലിയൻ സ്റ്റോട്ടുകളാണ്. ഒരു തരം മൃഗമാണ് സ്റ്റോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു വർഗത്തിൽപ്പെടുന്ന മൃഗങ്ങളാണ് മൃഗങ്ങളാണ് ടീന ആൻഡ് മൈലോ. അവർക്ക് ഇട്ടൊരു പേരാണ് ടീന ആൻഡ് മൈലോ. ഈ ടീന മൈലോ എന്നുള്ള പേര് വന്ന് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ മിലാനിൽ നിന്ന് ആണ് മൈലോ എന്നുള്ള പേരെടുത്തത്. അതേപോലെ കോർട്ടിന, അതിൽ നിന്ന് ടീന എടുത്തു. മിലാനിൽ നിന്ന് മൈലോ എടുത്തു. മിലാനിലെ മൈലോ, കോർട്ടിനയിലെ ടീന. ഇങ്ങനെയാണ് പേര് വന്നത്. സെറ്റ് അല്ലേ? ഇനി ജന്മത്ത് മറക്കുവോ? ഇല്ല. അപ്പൊ 1ാം സ്ഥാനം നേടിയത് നോർവേ, 2ാം സ്ഥാനം അമേരിക്ക, അതേപോലെ ഭാഗ്യചിഹ്നം ടീനയും മൈലോയും. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക്. നമ്മുടെ T20 വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചിരുന്നോ? നോക്കിക്കടാ, ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് ആരാ? T20 ലോകകപ്പ് ചരിത്രത്തിലാണ്. T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് ആരാണ്? T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത്? അത് 2026 T20 ലോകകപ്പിലായിരുന്നു. ആ റെക്കോർഡ് നേടിയത് ആരാണ്? ഫിൻ അലൻ ആയിരുന്നു. എന്താ ആ ഒരു റെക്കോർഡ്? ഫിൻ അലൻ ആണ് ഏറ്റവും വേഗമേറിയ ഫാസ്റ്റസ്റ്റ് T20 സെഞ്ചുറി നേടിയ വ്യക്തി. ഫിൻ അലൻ ആണ്. അദ്ദേഹം ന്യൂസിലൻഡിന്റെ ക്രിക്കറ്റ് പ്ലെയർ ആണ് കേട്ടോ. ന്യൂസിലൻഡ് താരമാണ് എന്താ? ഫിൻ അലൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഫിൻ അലൻ ഏത് രാജ്യത്തിനെതിരെയാണ് സെഞ്ചുറി നേടിയത്? അതാരുടെയാ? ആരുടെയല്ല, ഏത് രാജ്യത്തിനെതിരെയാ? സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. അതായത് 33 പന്തിലാണ് നേടിയത് അല്ലെ? 100 റൺസ്. 33 പന്തിലായിരുന്നു ഫിൻ അലൻ 100 റൺസ് എന്ത് ചെയ്തത്? സ്വന്തമാക്കിയത്. അപ്പോൾ ഏറ്റവും വേഗത്തിൽ T20യിൽ സെഞ്ചുറി നേടിയ വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താരം എന്ന് പറയുന്നത് ന്യൂസിലൻഡിന്റെ ഫിൻ അലൻ ആണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 33 പന്തിലാണ് ഫിൻ അലൻ എന്ത് ചെയ്തത്? സെഞ്ചുറി നേടിയത്. എന്നാൽ T20 ലോകകപ്പിൽ 2026 ജേതാക്കളായ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ 3ാമത്തെ കിരീട നേട്ടമായിരുന്നു അല്ലെ? T20 ലോകകപ്പിലെ ഇന്ത്യയുടെ 3ാമത്തെ കിരീടമായിരുന്നു. ഇതിനു മുന്നേ എന്നൊക്കെയാ കിരീടം നേടിയേ? 2007 മഹേന്ദ്ര സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസിയില, 2024 രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയില, 2026 സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ അല്ലെ? സോ ഈ 3 വർഷങ്ങളിലാണ് എന്താ ഇന്ത്യ കിരീടം നേടിയത്. അതേപോലെ സ്വന്തം നാട്ടിലെ കിരീടം നേടുന്ന ആദ്യ രാജ്യം കൂടിയാണ് ആരാ? ഇന്ത്യ എന്ന് പറയുന്നത്. സ്വന്തം നാട്ടിലെ കിരീടം നേടിയ ആദ്യ രാജ്യം കൂടിയാണ് ഇന്ത്യ. സോ ഈ ഒരു T20 വേൾഡ് കപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അല്ലെ നമ്മുടെ സീരീസിലെ താരം അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരായിരുന്നു? നമ്മുടെ സ്വന്തം ചേട്ടനായിട്ടുള്ള സഞ്ജു വി സാംസൺ ആയിരുന്നു എന്താ? പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. എങ്കിൽ ഫൈനലിലെ താരം ആരായിരുന്നു? പ്ലെയർ ഓഫ് ദി ഫൈനൽ മാച്ചിലെ താരം അത് ലാസ്റ്റ് മാച്ചിലെ 4 വിക്കറ്റുകൾ വീഴ്ത്തിയ ജസ്പ്രീത് ബുംറ ആയിരുന്നു എന്താ? ഫൈനലിലെ താരം. അപ്പോ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എന്ന് പറയുന്നത് സഞ്ജു വി സാംസണും അതേപോലെ ഫൈനലിലെ താരം എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയുമായിരുന്നു. സോ ഇത്രയും കാര്യങ്ങൾ എന്തിയാ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അതേപോലെ ഒരു കാര്യം കൂടി പറയട്ടെ, ഫൈനൽ മത്സരം നടന്ന വേദി അല്ലെങ്കിൽ സ്റ്റേഡിയം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഒരു പേടി സ്വപ്നം കൂടിയാണല്ലേ ആ സ്റ്റേഡിയം. അതെ, അഹമ്മദാബാദിലെ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു എന്താ? ഫൈനൽ മത്സരത്തിന്റെ വേദി. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം. സോ ഇത്രയും കാര്യങ്ങൾ എന്തിയാ കൃത്യമായിട്ട് ഓർത്തു വെക്കാം.
പ്ലെയർ ഓഫ് ദി ഫൈനൽ ജസ്പ്രീത് ബുംറ, പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് സഞ്ജു വി സാംസൺ, അതേപോലെ ഫൈനൽ മത്സരം നടന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓർത്ത് വയ്ക്കും. എന്തൊക്കെയാണ് നമ്മുടെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്, പ്ലെയർ ഓഫ് ദി ഫൈനൽ, അതേപോലെ സ്റ്റേഡിയം ഏതാണ്, അതേപോലെ ഏതൊക്കെ വർഷങ്ങളിലാണ് നേടിയത്, ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ന്യൂസിലൻഡിന്റെ ക്യാപ്റ്റൻ അതേപോലെ ഓർത്ത് വയ്ക്കുക മിച്ചൽ സാന്റ്നർ ആയിരുന്നു. ആരായിരുന്നു? മിച്ചൽ സാന്റ്നർ. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക T20 ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട. അടുത്ത നോക്കിയാടാ നമ്മുടെ നൊബേൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കൃത്യമായിട്ട് ഇതും പഠിച്ചു വെക്കണം. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഹംഗേറിയൻ എഴുത്തുകാരൻ ആരാണ്? 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഹംഗേറിയൻ എഴുത്തുകാരൻ. എഴുത്തിനോട് അവന് ഭയങ്കര വിശപ്പായിരുന്നു എന്ന് ഓർക്കുക. അവന്റെ രാജ്യം ഏതാണ്? ഹംഗറിയാണ് എന്ന് കിട്ടും. എങ്കിൽ ആ എഴുത്തുകാരന്റെ പേരാണ് ലാസ്ലോ ക്രാസ്നഹോർക്കായ്. എന്താണ്? ലാസ്ലോ ക്രാസ്നഹോർക്കായ് എന്നായിരുന്നു എന്താ ആ ഒരു എഴുത്തുകാരന്റെ പേര്. എങ്കിൽ സമാധാനത്തിന് കിട്ടിയത് ആർക്കും കൂടി ഓർത്തു വെക്കാതെ മരിയ കൊറീന മെച്ചാഡോയ്ക്കായിരുന്നു. വെനൻസ്വലയാണ് രാജ്യം. സമാധാനത്തിന് കിട്ടിയത് ആർക്കാണ്? മരിയ കൊറീന മെച്ചാഡോ, രാജ്യം വെനൻസ്വല. എങ്കിൽ സാഹിത്യത്തിന് ലാസ്ലോ ക്രാസ്നഹോർക്കായ്, രാജ്യം ഏതാണ്? ഹംഗറി. ഈ മരിയ കൊറീന മെച്ചാഡോ തനിക്ക് കിട്ടിയ ആ ഒരു നൊബേൽ സമ്മാനം ആർക്ക് സമ്മാനിച്ചു? അമേരിക്കൻ പ്രസിഡന്റ് കൂടിയായ ഡൊണാൾഡ് ട്രംപിന് സമ്മാനിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ. സോ അതും കൂടി എന്ത് ചെയ്യാ, ഓർത്ത് വെക്കാം. എങ്കിൽ അടുത്തൊരു ചോദ്യം നമുക്ക് ചിത്രത്തിലൂടെ പഠിക്കാം. ഇവർ 3 പേരുമാണ് നമ്മുടെ ചിത്രത്തിലുള്ള ആൾക്കാര്. ഇവർ ആരൊക്കെയാണ്? അതെ, നമ്മുടെ എക്കണോമിക്സിന് നൊബേൽ സമ്മാനം ലഭിച്ച 3 വ്യക്തികളാണ് അല്ലെ. എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച 3 പേരാണ് ഇവർ അല്ലെ. ആരൊക്കെയാണിത്? നമ്മുടെ ജോയൽ മോക്കിർ. ആരൊക്കെയാ? കൂടെ പിടിച്ചോണേ. ജോയൽ മോക്കിർ, അതേപോലെ ഫിലിപ്പ് അഗിയോൺ, അതേപോലെ പീറ്റർ ഹൗവിറ്റ്. അപ്പൊ ഇവര് 3 പേരുമാണ് എന്താ സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇവരെ പേര് ഓർത്ത് വെക്കാനായിട്ട് ഒരു സിമ്പിൾ കോഡ് പറഞ്ഞു തരട്ടെ. ജോയല ഒരുപാട് ഇയോൺ കാർ മേടിച്ചു. മേടിച്ചിട്ട് അത് എങ്ങനെ വിറ്റ് തീർക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഹൗ വിറ്റ്, എങ്ങനെ വിറ്റ് തീർക്കും. അപ്പൊ ജോയല് ഒരുപാട് ഇയോൺ കാർ മേടിച്ചു, എന്നിട്ട് എങ്ങനെ വിറ്റ് തീർക്കും അല്ലെ, ഹൗ വിറ്റ് എന്ന് ആലോചിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ ജോയൽ മോക്കർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹൗവിറ്റ്, എക്കണോമിക്സിന് നൊബേൽ സമ്മാനം ലഭിച്ചവർ. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരാണ്? ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ആദ്യമായിട്ടാണ് ഒരു കന്നഡ എഴുത്തുകാരിക്ക് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടുന്നത്. അപ്പൊ ആ എഴുത്തുകാരിയുടെ പേര് ബാനു മുഷ്താഖ് എന്നാണ്. ഇതാണ് ബാനു മുഷ്താഖ്. അപ്പൊ 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയതാരെന്ന് ചോദിച്ചാൽ അത് ബാനു മുഷ്താഖ് ആണ്. ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാംപ് എന്ന ചെറുകഥാ സമാഹാരത്തിനായിരുന്നു എന്താ പുരസ്കാരം. ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാംപ് എന്ന ചെറുകഥാ സമാഹാരത്തിനായിരുന്നു എന്താ പുരസ്കാരം. ഇത് ഇംഗ്ലീഷിലേക്ക്, ഇത് കന്നഡ പുസ്തകമാണല്ലോ, ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ദിവ്യ ബഷ്തി ആയിരുന്നു. ആരായിരുന്നു? ദിവ്യ ബഷ്തി ആയിരുന്നു എന്താ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ദിവ്യ ബഷ്തി ആയിരുന്നു. അതേപോലെ 2025 സരസ്വതി സമ്മാനം, 35ാമത് സരസ്വതി സമ്മാനം നേടിയതാണെന്ന് ചോദിച്ചാൽ അത് രാംകുമാർ മുഖോപാധ്യായ ആണ്. ആരാണ്? രാംകുമാർ മുഖോപാധ്യായ ആണ്. അദ്ദേഹത്തിന്റെ ഹരപാർവതി കഥ, എന്താണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്? ഹരപാർവതി കഥ എന്ന ബംഗാളി നോവലിനാണ് കേട്ടോ. ഹരപാർവതി കഥ എന്ന ബംഗാളി നോവലിനായിരുന്നു എന്താ പുരസ്കാരം. ഹരപാർവതി കഥ എന്ന ബംഗാളി നോവലിനായിരുന്നു എന്താ പുരസ്കാരം ലഭിച്ചത്. സരസ്വതി സമ്മാനം രാംകുമാർ മുഖോപാധ്യായയുടെ ഹരപാർവതി കഥ എന്ന ബംഗാളി നോവലിനാ. എങ്കിൽ 2025 ജ്ഞാനപീഠ പുരസ്കാരം, 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് തമിഴ് സാഹിത്യകാരനായ ആർ വൈരമുത്തുവിനായിരുന്നു എന്താ 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർ വൈരമുത്തു. അദ്ദേഹം തമിഴ് സാഹിത്യകാരനാണ് കേട്ടോ. തമിഴില് ജ്ഞാനപീഠം ലഭിക്കുന്ന 3ാമത്തെ വ്യക്തിയാണ് ആരാ? ആർ വൈരമുത്തു എന്ന് പറയുന്നത്. എങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കിയാടാ. 2025 കേന്ദ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ച മായാ മനുഷ്യർ, എന്താണ്? മായാ മനുഷ്യർ എന്ന നോവലിന്റെ രചയിതാവ്. 2025 കേന്ദ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ച മായാ മനുഷ്യർ എന്ന നോവലിന്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് എൻ പ്രഭാകരനാണ്. ആരാണ്? എൻ പ്രഭാകരനാണ്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നമ്മുടെ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. 2027 നടക്കുന്ന സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? 2027 നടക്കുന്ന സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ആരാടാ? സുദർശൻ പട്നായിക് ആണ്. അദ്ദേഹം ഈ മണലിലൊക്കെ ചിത്രകലകളൊക്കെ ശില്പകലകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആരാ? സുദർശൻ പട്നായിക്. സാൻഡ് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കും.
ഇങ്ങനെ മണലിൽ ചിത്രകലകളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സാൻഡ് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ 2020 നടക്കുന്ന സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് ആരാണ്? സുദർശൻ പട്നായിക് ആണ്. ആരാണ്? സുദർശൻ പട്നായിക് ആണ്. ആരാണ്? സുദർശൻ പട്നായിക് ആണ് എന്താ 2027 നടക്കുന്ന സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് സുദർശൻ പട്നായിക് ആണ്. എങ്കിൽ സെൻസസ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ 2020 നടക്കുന്ന സെൻസസിന്റെ സെൻസസ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ അത് മൃത്യുഞ്ജയ് നാരായൺ ആണ്. ആരാണ്? മൃത്യുഞ്ജയ് നാരായണൻ എന്താ 2027 നടക്കുന്ന സെൻസസിന്റെ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ അത് മൃത്യുഞ്ജയ് നാരായൺ. എങ്കിൽ അംബാസഡർ ആരാണ്? സാൻഡ് ആർട്ടിസ്റ്റ് കൂടിയായ സുദർശൻ പട്നായക്. കമ്മീഷണർ മൃത്യുഞ്ജയ് നാരായൺ. എങ്കിൽ അതിന്റെ ഒഫീഷ്യൽ മാസ്കോട്ടുകൾ അല്ലെ, ഭാഗ്യചിഹ്നങ്ങൾ 2020 നടക്കുന്ന സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്ന് പറയുന്നത് പ്രഗതിയും വികാസമാണ്. ഇതാണ് പ്രഗതി, ഇതാണ് വികാസം. അതായത് നമ്മുടെ ഫീമെയിൽ എന്യൂമറേറ്റർ, സെൻസസുമായിട്ട് ബന്ധപ്പെട്ട എന്യൂമറേറ്റർമാരില്ലേ, അപ്പൊ ഫീമെയിൽ ഇനോമറേറ്റർ മാസ്കോട്ട് എന്ന് പറയുന്നത് പ്രഗതിയും അതേപോലെ മെയിൽ ഇനോമറേറ്റർ മാസ്കോട്ട് എന്ന് പറയുന്നത് വികാസമാണ്. സോ അതെന്താ കൃത്യമായിട്ട് ഓർക്കുക, ഭാഗ്യചിഹ്നങ്ങൾ പ്രഗതിയും വികാസമാണ് അല്ലെ. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസ് ആണ് എന്താ നടക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു അല്ലെ. 2026 ഏപ്രിൽ എന്ത് ചെയ്തു, ഇതിന്റെ ആദ്യഘട്ടം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസും അല്ലാതെ പറയുകയാണെങ്കിൽ എന്താണ് 16ാമത്തെ സെൻസസ് ആണ് കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിൽ എടുത്ത് ചോദിക്കുമ്പോൾ അത് 8ാമത്തെ സെൻസസും അല്ലാതെ നോക്കുകയാണെങ്കിൽ 16ാമത്തെ സെൻസസുമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്ന വർഷം അറിയാമോ? ആദ്യമായിട്ട് സെൻസസ് നടന്നത് 1872 ലോർഡ് മേയോയുടെ കാലഘട്ടത്തിലാണ് കേട്ടോ. ലോർഡ് മേയോയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടക്കുന്നത് 1872. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ 8ാമത്തത് ഇന്ത്യയിലെ 16ാമത്തെ സെൻസസുമാണ്. ഓക്കെ ആണ്. എങ്കിൽ നമുക്ക് ഇന്ത്യ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അടുത്തത് നമ്മുടെ മിലിറ്ററി എക്സസൈസസ് ആണ്, സൈനിക അഭ്യാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെയാടാ, 2026 ഉത്തരാഖണ്ഡിൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ സൈനിക അഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ 2026? 2026 ഉത്തരാഖണ്ഡിൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ സൈനികാഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ 2026? കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇന്ത്യയും ജപ്പാനും തമ്മിൽ നടത്തിയ സൈനികാഭ്യാസമാണ് ഏതാ? ധർമ്മ ഗാർഡിയൻ 2026. അതേപോലെ ഈ ഒരു സൈനികാഭ്യാസങ്ങൾ കൂടി പഠിച്ചു വയ്ക്കുക. ഖഞ്ചർ എന്ന് പറയുന്നത് ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിൽ നടത്തിയ സൈനികാഭ്യാസമാണ് എന്താ? ഖഞ്ചർ. വജ്രപ്രഹർ എന്ന് പറയുന്ന ആരൊക്കെ തമ്മിലാ? ഇന്ത്യയും അമേരിക്കയും. അടുത്തത് എക്വെറിൻ എന്ന് പറയുന്നത് ഇന്ത്യയും മാലിദ്വീപും. അപ്പൊ ഖഞ്ചർ ഇന്ത്യ കിർഗിസ്ഥാൻ, വജ്രപ്രഹാർ ഇന്ത്യ അമേരിക്ക, എക്വെറിൻ ഇന്ത്യ മാലിദ്വീപ്. സോ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ സൈനികാഭ്യാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ അടുത്തത് നമ്മുടെ ദിനങ്ങളും പ്രമേയങ്ങളും എന്ന ടോപ്പിക്കാണ്. ശ്രദ്ധിച്ചോ, 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ്? യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നായിരുന്നു. 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നായിരുന്നു. എങ്കിൽ നോക്കിയാടാ, 2026 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? 2026 ലോക ജലദിനത്തിന്റെ പ്രമേയം ജലവും ലിംഗഭേദവും അല്ലെങ്കിൽ വാട്ടർ ആൻഡ് ജെൻഡർ. 2026 ലോക ജലദിനത്തിന്റെ പ്രമേയം ജലവും ലിംഗഭേദവും അല്ലെങ്കിൽ വാട്ടർ ആൻഡ് ജെൻഡർ. എങ്കിൽ 2026 വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2026 വനിതാ ദിനത്തിന്റെ പ്രമേയം അത് ഗിവ് ടു ഗെയിൻ എന്നാണ്. എന്താണ്? ഗിവ് ടു ഗെയിൻ എന്നാണ് എന്താ വനിതാ ദിനത്തിന്റെ പ്രമേയം. അപ്പൊ ക്യാൻസർ ദിനമായി, ജലദിനമായി, വനിതാ ദിനമായി. എങ്കിൽ 2025 ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? 2025 ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? അത് ഹിമാനികളുടെ സംരക്ഷണം. ചോദിച്ചിട്ടുണ്ടേ, 2025 ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ഹിമാനികളുടെ സംരക്ഷണം അല്ലെങ്കിൽ ഗ്ലേസിയർ പ്രിസർവേഷൻ എന്നായിരുന്നു. 2025 ജലദിനത്തിന്റെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ അത് ഹിമാനികളുടെ സംരക്ഷണം അല്ലെങ്കിൽ ഗ്ലേസിയർ പ്രിസർവേഷൻ എന്നായിരുന്നു. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കിയാടാ, 2025 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്നാണ്? മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 അല്ലെ. ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4 അല്ലെ. ജലദിനം എന്നാണ്? മാർച്ച് 22 അല്ലെ. ഓക്കെ, വനിതാ ദിനം എന്താണ്? മാർച്ച് 8. ഓക്കെ, അതേപോലെ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ അല്ലെ, അല്ലെങ്കിൽ അവശ്യ കാര്യങ്ങൾ. മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന അവശ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരി ഡേ എസെൻഷ്യൽസ് എന്നായിരുന്നു. സോ ഇത്രയും പ്രധാനപ്പെട്ട ദിനങ്ങളും അതിന്റെ പ്രമേയങ്ങളും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. വനിതാ ദിനത്തിന്റെ പ്രമേയം
give to gain. ഓക്കെ, എങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗം നമ്മുടെ നാഷണൽ ഗെയിംസ്, ആ ദേശീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. 38ാമത്തെ ദേശീയ ഗെയിംസിന് 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി ഏത് സംസ്ഥാനത്താണ് നടന്നത്? ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയെന്നാണ് ചോദിച്ചത്. എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് ആണ്. 38ാമത്തെ നാഷണൽ ഗെയിംസ് ഉത്തരാഖണ്ഡിലാണെങ്കിൽ 39ാമത്തെ നാഷണൽ ഗെയിംസ് എവിടെയെന്ന് ചോദിച്ചാൽ അത് മേഘാലയയിലാണ്. മേഘാലയയിലായിരുന്നു എന്താ? മേഘാലയയിലാണ് എന്താ 39ാമത് നാഷണൽ ഗെയിംസിന് വേദിയാകാൻ പോകുന്നത്. എങ്കിൽ 38ാമത് നാഷണൽ ഗെയിംസിൽ ജേതാക്കളായത് അത് സർവീസസ് ആണ്. ആരാണ്? സർവീസസ് ആണ് എന്താ ജേതാക്കളായത്. അതേപോലെ നാഷണൽ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം അല്ലെങ്കിൽ ഒഫീഷ്യൽ മാസ്കൗട്ട് എന്ന് പറയുന്നത് മൗലി ആയിരുന്നു. ഈ മൗലി എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയാണ് കേട്ടോ. ഹിമാലയൻ മൊണാൽ എന്നറിയപ്പെടും. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മൗലി എന്ന് പറയുന്നത് ഈ ഒരു പക്ഷിയെ എന്താക്കിയത്? അവരാ ഒഫീഷ്യൽ മാസ്കൗട്ട് ആക്കിയത്. വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് വെക്കുക നാഷണൽ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട. എങ്കിൽ അടുത്ത കാര്യത്തിലേക്ക് നോക്കാം. അടുത്ത നല്ലൊരു ചോദ്യമാണ്. 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച ജെജു ദ്വീപ് ഏത് രാജ്യത്തിന്റെ ഭാഗമാണ്? 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച ജെജു ദ്വീപ്, ആതിഥേയത്വം എന്നാണ് കേട്ടോ. ആതിഥേയത്വം വഹിച്ച ജെജു ദ്വീപ് ഏത് എന്താണ് രാജ്യത്തിന്റെ ഭാഗമാണ്? ജെജു ദ്വീപ് ഏത് രാജ്യത്തിന്റെ ഭാഗമാണെന്നാണ് ചോദിക്കുന്നത്. അത് ഏത് രാജ്യം എന്ന് ചോദിച്ചാൽ അത് ദക്ഷിണ കൊറിയയാണ്. ഏത് രാജ്യത്തിന്റെ ഭാഗമാണ്? ദക്ഷിണ കൊറിയയാണ്. അതേപോലെ ഒരു വേറൊരു ദ്വീപും കൂടി ഓർത്തു വെക്കുക, കിരിബാത്തി ദ്വീപ്. ഏത് ദ്വീപാണ്? കിരിബാത്തി ദ്വീപ്. കിരിബാത്തി ദ്വീപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2026 പുതുവർഷത്തെ ആദ്യം വരവേറ്റ ദ്വീപാണ് കിരിബാത്തി ദ്വീപ് അല്ലെ. ഇത് ഏത് സമുദ്രത്തിലാണെന്ന് ചോദിച്ചാൽ അത് പസഫിക് സമുദ്രത്തിലാണ്. ചോദിക്കും എവിടെ ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിലാണ് എന്താ കിരിബാത്തി ദ്വീപ് എന്ന് പറയുന്നത്. അതും കൂടി എന്ത് ചെയ്യുക? ഇതോടൊപ്പം ഓർത്ത് വയ്ക്കുക. സെറ്റ് അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നമ്മുടെ പാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയർ ആണ്. കേരളത്തിലെ ആദ്യ ഇരുനില പാലമായ പടഹാരം പാലം ഏത് ജില്ലയിൽ? കേരളത്തിലെ ആദ്യ ഇരുനില പാലം അല്ലെങ്കിൽ ഡബിൾ ഡക്കർ ബ്രിഡ്ജ് അല്ലെങ്കിൽ പാത്ത് വേ പാലം എന്നൊക്കെ പറയാവുന്ന പടഹാരം പാലം ഏത് ജില്ലയിൽ എന്നാണ്? അത് ആലപ്പുഴ ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. നമ്മൾ കണ്ടല്ലേ ഇടയ്ക്ക് ഉദ്ഘാടനമൊക്കെ ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നതാ. ഓക്കെ, അതൊക്കെ കണ്ടായിരുന്നു. അതോടൊപ്പം നമ്മൾ വേറൊരു പാലവും പഠിച്ചായിരുന്നു അല്ലെ, പെരുമ്പളം പാലം. അതും എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. എങ്കിൽ നോക്കിയാളാ, ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട പാലങ്ങൾ. ഓക്കെ, ഇത് ഈ ഇടയ്ക്ക് കറണ്ട് അഫയർ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാലങ്ങൾ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ കമാന പാലം ഏതാണ്? അത് ചെനാബ് റെയിൽവേ പാലമാണ്. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ കമാന പാലം എന്ന് ചോദിച്ചാൽ അത് ചെനാബ് റെയിൽവേ പാലം. അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം എന്ന് ചോദിച്ചാൽ അത് ആൻജിഘട്ട്. ഇങ്ങനെ തന്നെ പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ കമാന പാലം എന്ന് ചോദിച്ചാൽ ചെനാബ് റെയിൽവേ പാലം. കേബിൾ റെയിൽവേ പാലം എന്ന് ചോദിച്ചാൽ ആൻജിഘട്ട്. എങ്കിൽ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം എന്ന് ചോദിച്ചാൽ അത് ന്യൂ പാമ്പൻ പാലമാണ്. അപ്പൊ റെയിൽവേ കമാന പാലം ചെനാബ് റെയിൽവേ പാലം, കേബിൾ റെയിൽവേ പാലം ആൻജിഘട്ട്, വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ന്യൂ പാമ്പൻ പാലം. സെറ്റ് അല്ലേ? മറക്കൂലല്ലോ. അപ്പൊ പെരുമ്പളം പാലം എവിടെയാ? ആലപ്പുഴയിൽ. പടഹാരം പാലത്തിന്റെ പ്രത്യേകത എന്താ? ഡബിൾ ഡക്കർ പാലം. അതെവിടെയാ? ആലപ്പുഴയിൽ. അതേപോലെ കേബിൾ റെയിൽവേ പാലം ആൻജിഘട്ട്, വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ന്യൂ പാമ്പൻ, അതേപോലെ റെയിൽവേ കമാന പാലം ചെനാബ്. സെറ്റ്. എങ്കിൽ അടുത്ത മുന്നോട്ട് പോവാം. അടുത്ത പ്രധാനപ്പെട്ട കുറച്ച് വേദികളാണ്. 2026 G20 ഉച്ചകോടിയുടെ വേദി. കൃത്യമായിട്ട് ഈ വേദികൾ, ഉച്ചകോടികളും വേദികളും കൃത്യമായിട്ട് സ്റ്റാർ ഇട്ട് പഠിക്കേണ്ട ടോപ്പിക് എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായിട്ട് പഠിച്ചിട്ടേ പോകാവൂ. 2026 G20 ഉച്ചകോടിയുടെ വേദി അമേരിക്ക. ഏതാണ്? അമേരിക്കയാണ് എന്താ 2026 G20 uച്ചകോടിയുടെ വേദി. എങ്കിൽ 2026 G7 ഉച്ചകോടിയുടെ വേദി അത് ഫ്രാൻസ് ആണ്. ഏതാണ്? ഫ്രാൻസ് ആണ്. അടുത്ത നോക്കിയടാ, 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. G20 അമേരിക്ക, G7 ഫ്രാൻസ്. അതേപോലെ 2026 COP31 അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി അത് തുർക്കിയാണ്. ഏതാണ്? തുർക്കിയാണ്. സോ ഈ 4 കാര്യങ്ങളും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് സെറ്റ് ആക്കിയിട്ട് വേണം പോകാനായിട്ട്, മറന്നു പോകരുത്. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോടാം. അടുത്ത നമ്മുടെ ഇൻഡെക്സ് ആൻഡ് റാങ്കിങ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. 2026 ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം
2026 സന്തോഷ് സൂചിക പ്രസിദ്ധീകരിച്ചപ്പോൾ തുടർച്ചയായ 9ാം തവണയും ഈ രാജ്യം തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഏതാണ് രാജ്യം? ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലൻഡ് ആണ് എന്താ ഒന്നാം സ്ഥാനത്ത്. എങ്കിൽ അടുത്തൊരു സൂചിക നോക്കിയേ. ഹെല്ലെ പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും ശക്തമായ പാസ്പോർട്ട് അല്ലെങ്കിൽ സ്ട്രോങ്സ്റ്റ് പാസ്പോർട്ട് ഉള്ള രാജ്യം ഏതാണ്? യെസ്, നമ്മുടെ സിംഗപ്പൂർ ആണ് എന്താ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് ഉള്ള രാജ്യം. എങ്കിൽ 2025 അഴിമതിരഹിത സൂചിക പ്രകാരം 1ാം റാങ്കിലുള്ള, അതായത് ഒട്ടും അഴിമതിയില്ലാത്ത, ഒരു ലേശം പോലും അഴിമതിയില്ലാത്ത രാജ്യം ഏതാണ്? തുടർച്ചയായ 8ാം തവണയും ഈ രാജ്യം തന്നെയാണ് ഈ നേട്ടം കൈവരിക്കുന്നത്. ഏതാണ് ആ രാജ്യം? അതെ, ഡെൻമാർക്ക് ആണ് എന്താ 2025 അഴിമതിരഹിത സൂചിക പ്രകാരം 1ാം റാങ്കിലുള്ളത് ഡെൻമാർക്ക്. സന്തോഷ് സൂചിക ഫിൻലാൻഡ്, സ്ട്രോങ്സ്റ്റ് പാസ്പോർട്ട് സിംഗപ്പൂര്. ഓക്കെ അല്ലേ? മറന്നു പോവോ? ഇല്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. അടുത്തത് വേറൊരു ഇൻഡെക്സ് ആണ്, ശ്രദ്ധിച്ചു പഠിച്ചോ. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില വിലയിരുത്തുന്നതിനായി നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ അല്ലെങ്കിൽ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? ഓക്കെ, സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില വിലയിരുത്തുന്നതിനായി നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ അല്ലെങ്കിൽ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം 15ാം സ്ഥാനമാണ്. എത്രാം സ്ഥാനമാണ്? 15ാം സ്ഥാനത്താണ് ആരുള്ളത്? കേരളം ഉള്ളത്. എങ്കിൽ കൃത്യമായിട്ട് PSC ചോദിച്ചതാണ് ഇതിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. 1ാം സ്ഥാനത്ത് ആരാണ്? ഒഡീഷയാണ്. 1ാം സ്ഥാനത്ത് ഒഡീഷ. അതേപോലെ നീതി ആയോഗിലെ നീതിയുടെ ഫുൾ ഫോം എന്താ? കമന്റ് ചെയ്യണം കേട്ടോ. നീതി ആയോഗിലെ നീതിയുടെ പൂർണ്ണ രൂപം എന്താണ്? നിങ്ങൾ കമന്റ് ചെയ്യാം. എങ്കിൽ നീതി ആയോഗിന്റെ CEO ആരാണ്? നിധി ചിബ്ബർ ആണ്. നീതി ആയോഗിന്റെ CEO ആരാണ്? നിധി ചിബ്ബർ ആണ്. എന്താ? നീതി ആയോഗിന്റെ നിലവിലെ CEO നിധി ചിബ്ബർ ആണ്. അതേപോലെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ, ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്, നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഈ വ്യക്തിയാണ്, അശോക് കുമാർ ലാഹിരി. നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ അശോക് കുമാർ ലാഹിരി ആണ് എന്താ നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട പഠിക്കുക. നീതിയുടെ ഫുൾ ഫോം നിങ്ങൾ കമന്റ് ചെയ്യും. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത കുറച്ച് കേരള സർക്കാർ അതുപോലെ കേന്ദ്ര സർക്കാർ പദ്ധതികളാണ് കേട്ടോ. അതേപോലെ കുടുംബശ്രീ പദ്ധതികളും ഉൾപ്പെടുന്നുണ്ട്. നോക്കിയാടാ, കേരളത്തിലെ യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ പദ്ധതി അല്ലെ. PSC പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ച പദ്ധതിയാണ്. 1000 രൂപ സാമ്പത്തിക സഹായം ലഭിക്കുന്ന മുഖ്യമന്ത്രിയുടെ പദ്ധതി. ഏതാണ് ആ പദ്ധതി? അതെ, കണക്ട് ടു വർക്ക് ആണ്. കൃത്യമായിട്ട് പഠിച്ചോ. കണക്ട് ടു വർക്ക് ആണ് എന്താ ആ ഒരു പദ്ധതി. ഇതിന്റെ വാർഷിക വരുമാനം ഉണ്ടല്ലോ. എത്ര വാർഷിക വരുമാനത്തിൽ താഴെ ഉള്ളവർക്കാണ് ഈ പദ്ധതി പ്രകാരം ഇതിന്റെ ഗുണം ലഭിക്കുന്നത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം. സമൂഹത്തിൽ വിവിധ തരത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസത്തിന്റെ തണൽ ഒരുക്കുന്ന കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. സമൂഹത്തിൽ വിവിധ തരത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസത്തിന്റെ തണൽ ഒരുക്കുന്ന കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ അത് സ്നേഹത്തോടെ തന്നെ പറയാം, സ്നേഹിത. എന്താണ്? സ്നേഹിത എന്നാണ് എന്താ ആ ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ പേര്. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആധാർ സേവനങ്ങളുടെ പ്രചാരം വളർത്തുന്നതിന്റെ ഭാഗമായി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പുതിയ ആധാർ മാസ്കോട്ട്. ഒന്നും കൂടി, ആധാർ സേവനങ്ങളുടെ പ്രചാരം വളർത്തുന്നതിന്റെ ഭാഗമായി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പുതിയ ആധാർ മാസ്കോട്ട്. അതായത് നമുക്ക് പുതിയൊരു ആധാർ മാസ്കോട്ട് നിലവിലുണ്ട്. അവൻ ഉദിച്ചാണ് വന്നതെന്ന് ആലോചിക്കുക. അവന്റെ പേരാണ് എന്താ? ഉദയ്. എന്താണ്? ഉദയ് എന്നാണ് എന്താ അവന്റെ പേരാ. എങ്കിൽ അടുത്തൊരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഭൗതിക വെല്ലുവിളി ഉള്ളവർക്ക്, നമ്മുടെ ബജറ്റിൽ കഴിഞ്ഞ കേരള ബജറ്റിൽ പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ്. ഭൗതിക വെല്ലുവിളി ഉള്ളവർക്ക് പ്രാദേശിക തലത്തിൽ പരിചരണം ഉറപ്പാക്കുന്നതിന് ബ്ലോക്ക് തലത്തിൽ കെയർ ഹോമുകൾ സ്ഥാപിക്കുന്ന പദ്ധതി. ഭൗതിക വെല്ലുവിളി ഉള്ളവർക്ക് പ്രാദേശിക തലത്തിൽ പരിചരണം ഉറപ്പാക്കുന്നതിന് ബ്ലോക്ക് തലത്തിൽ കെയർ ഹോമുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? എന്താണെന്ന് ചോദിച്ചാൽ അൻപ് വീട് എന്നാണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണേ. ആ ഒരു കെയർ ഹോമുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? അൻപ് വീട്. എങ്കിൽ അടുത്തത് PSC ചോദിച്ച ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. പിന്നാക്ക വിഭാഗങ്ങളിലെ സ്ത്രീ സംരംഭകർക്കായി പ്രതിവർഷം 5% പലിശയ്ക്ക് 2 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി. എന്താണ്? പിന്നാക്ക വിഭാഗങ്ങളിലെ സ്ത്രീ സംരംഭകർക്കായി പ്രതിവർഷം 5% പലിശയ്ക്ക് 2 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ അതാണ് ന്യൂ സ്വർണിമ പദ്ധതി. എന്താണ്?
ന്യൂ സ്വർണിമ പദ്ധതി. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സിനും 55 വയസ്സിനും ഇടയിലാണ് കേട്ടോ. 18 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഇതിന്റെ എന്ത് ലഭിക്കുക, ഗുണം ലഭിക്കാം. അതേപോലെ കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ എന്ത് ചെയ്യരുത്, കൂടരുത്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഓർത്ത് വയ്ക്കാം. എങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോക്കിക്കോ, അടുത്ത അടിപൊളി ചോദ്യമാണ്. രാജ്യമെമ്പാടുമുള്ള കൈത്തൊഴിൽക്കാരുടെയും കരകൗശല വിദഗ്ധരുടെയും കഴിവുകൾ വർദ്ധിപ്പിക്കുകയും അവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകമെങ്ങും പുതിയ അംഗീകാരം സാധ്യമാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. അതായത് കരകൗശല തൊഴിലാളികൾ അല്ലെങ്കിൽ കൈത്തൊഴിൽക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി ഏതെന്നാണ്. PSC പരീക്ഷകൾ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, PSC ഇത് മുൻപും ചോദിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ പേര് സ്റ്റാർ ഇട്ട് പഠിച്ചോ, PM വിശ്വകർമ്മ. എന്താണ് പദ്ധതിയുടെ പേര്? PM വിശ്വകർമ്മ എന്നാണ് എന്താ പദ്ധതിയുടെ പേര്. കേന്ദ്ര സർക്കാർ രാജ്യത്തെ കരകൗശല തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതി അതാണ് എന്താ PM വിശ്വകർമ്മ. സെറ്റ് അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യം. ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനുമായി കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം വാട്സ്ആപ്പ് അധിഷ്ഠിത ചാറ്റ് ബോട്ട് സംവിധാനം. അപ്പൊ എന്താണ്? ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് സേവനം എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനുമായി കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം ആരംഭിച്ച വാട്സാപ്പിലെ ചാറ്റ് ബോട്ട് സംവിധാനം ഏതാണ്? പഞ്ചം. എന്താണ്? പഞ്ചം. ഇതിനൊരു പൂർണ്ണ രൂപമുണ്ട്, അറിയാവുന്നവര് കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കും എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? അപ്പോ പഞ്ചത്തിന് ഒരു പൂർണ്ണ രൂപമുണ്ട്, അറിയാവുന്നവർ എന്ത് ചെയ്യാം, ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ആ ചാറ്റ് ബോട്ട് സംവിധാനത്തിന്റെ പേരാണ് എന്താ? പഞ്ചം. എങ്കിൽ അടുത്ത് നോക്കിയാടാ, വിദൂര പ്രദേശങ്ങളിലെയും സമുദ്രതീരങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി DRDO വികസിപ്പിച്ചെടുത്ത നൂതന സംവിധാനം. നോക്കിയാടാ, വിദൂര പ്രദേശങ്ങളിലും സമുദ്രതീരങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി DRDO വികസിപ്പിച്ചെടുത്ത നൂതന സംവിധാനത്തിന്റെ പേരെന്താണ്? അതിന്റെ പേരാണ് സ്വെയ്ഡ്സ്. എന്താണ്? സ്വെയ്ഡ്സ്. അതിന്റെ പൂർണ്ണരൂപം കൂടി പഠിച്ചു വെക്കുക. സീ വാട്ടർ ഡീസലൈനേഷൻ സിസ്റ്റം. എന്താണ്? സീ വാട്ടർ ഡീസലൈനേഷൻ സിസ്റ്റം. അതേപോലെ ഈ DRDO വികസിപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ DRDOയുടെ ചെയർമാൻ ആരെന്ന് പഠിക്കണ്ടേ? DRDOയുടെ ചെയർമാന്റെ പേരെന്താ? സമീർ വി കാമത്ത്. ഡോക്ടർ സമീർ വി കാമത്ത് എന്നാണ് എന്താ DRDOയുടെ നിലവിലെ ചെയർമാന്റെ പേര്. ഡോക്ടർ സമീർ വി കാമത്ത് എന്നാണ് കേട്ടോ. കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബാലേന്ദ്ര ഷാ കണ്ടതാണ്. ബാലേന്ദ്ര ഷാ ആണ്, അദ്ദേഹമാണ് ബാലേന്ദ്ര ഷാ. ബാലേന്ദ്ര ഷാ ഏത് രാജ്യത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായാണ് നിയമിതനായത്? ബാലേന്ദ്ര ഷാ ഏത് രാജ്യത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായാണ് നിയമിതനായത്? ഏത് രാജ്യത്തിന്റെയാണ്? അടിപൊളി, നേപ്പാളിന്റെ ആണ് കേട്ടോ. നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് എന്താ? ബാലേന്ദ്ര ഷാ. അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണെന്ന് അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നേപ്പാളിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ബാലേന്ദ്ര ഷാ ആണ്. എങ്കിൽ കുറച്ചും കൂടി അപ്പോയിന്റ്മെന്റുകൾ ഡിസ്കസ് ചെയ്യാം നമുക്ക്. നിലവിലെ മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി ആരാണ്? നിലവിലെ മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി N ബിരേൻ സിംഗിന് പകരം ഏറ്റവും കൂടുതൽ രാഷ്ട്രപതി ഭരണം അല്ലെ, ഏറ്റവും കൂടുതൽ തവണ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നാൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം എന്ന് ചോദിച്ചാലും അത് മണിപ്പൂരാണ് അല്ലെ. ആർട്ടിക്കിൾ 356 പ്രകാരമാണ് പ്രസിഡന്റ് റൂൾ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക. അത് പ്രകാരം ഏറ്റവും കൂടുതൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മണിപ്പൂരാണ്. മണിപ്പൂരിന്റെ പുതിയ മുഖ്യമന്ത്രി N ബിരേൻ സിംഗിന് പകരം ഖേമനായ പുതിയൊരു സിംഗ് വന്നു. അദ്ദേഹത്തിന്റെ പേരാ യുംനാം ഖേംചന്ദ് സിംഗ്. എന്താണ്? യുംനാം ഖേംചന്ദ് സിംഗ്. എങ്കിൽ പുതിയൊരു അപ്പോയിന്റ്മെന്റ്. നിലവിലെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? നിലവിലെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ. ആരാണ്? താരിഖ് റഹ്മാൻ ആണ് എന്താ നിലവിലെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി. സെറ്റ് അല്ലേ? ഉഷാറല്ലേ? ധൈര്യമായിട്ട് മുന്നോട്ട് പോവാലോ. യെസ്. ഇന്ത്യയിലെ ആദ്യ കാഴ്ചാ പരിമിത സൗഹൃദ മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യ കാഴ്ചാ പരിമിത സൗഹൃദ മ്യൂസിയം നിള ഹെറിറ്റേജ് മ്യൂസിയം. ഏതാണ്? നിള ഹെറിറ്റേജ് മ്യൂസിയം. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് എന്താ ഇന്ത്യയിലെ ആദ്യ കാഴ്ചാ പരിമിത സൗഹൃദ മ്യൂസിയം ഉള്ളത്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. IQ എയർ പുറത്തുവിട്ട 2025 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്, അത് ഏറ്റവും മലിനമായ നഗരം, അത് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലുള്ള ലോനിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ലോനിയാണ് എന്താ ഏറ്റവും മലിനമായിട്ടുള്ള നഗരം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. എങ്കിൽ ഏറ്റവും മലിനമായ രാജ്യം എന്നറിയാമോ? അത് പാകിസ്ഥാനാണ്.
ഏറ്റവും മലിനമായ രാജ്യം പാകിസ്ഥാൻ ആണെങ്കിൽ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം എന്നറിയാമോ? അത് നമ്മുടെ സ്വന്തം തലസ്ഥാനം തന്നെ. ഏതാണ്? ന്യൂഡൽഹി ആണ് എന്താ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം. അപ്പൊ ഏറ്റവും മലിനമായ സ്ഥലം എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ ലോനി, ഏറ്റവും മലിനമായ രാജ്യം എന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാൻ, ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹി. സെറ്റ് അല്ലേ? മുന്നോട്ട് പോകാം. യെസ്, എങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോർഷൻ ആണ്. ഈ 2 ചോദ്യങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആവും. ഉഷാറായിട്ട് പഠിക്കാം. സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുക്കിയിട്ടുള്ള കേന്ദ്രീകൃത ഓൺലൈൻ ഡിജിറ്റൽ സംവിധാനം എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ആരാ? സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൂർത്തി എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യയുടെ നിലവിലെ CAG ആണ്. എന്താ? സഞ്ജയ് മൂർത്തി. സഞ്ജയ് മൽഹോത്രയാണ് എന്താ ഇന്ത്യയുടെ RBI ഗവർണർ. ഓക്കെ, അപ്പോ സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുക്കിയിട്ടുള്ള കേന്ദ്രീകൃത ഓൺലൈൻ ഡിജിറ്റൽ സംവിധാനത്തിന്റെ പേര് അതാണ് എന്താ? സജേദ് പോർട്ടൽ. എന്താണ്? സജേദ് പോർട്ടൽ. എങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ആശാവ്യാൻ. കൃത്യമായിട്ട് സ്റ്റാർ ഇട്ട് പഠിച്ചോ, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ഇതാണ് ആശാവ്യാൻ. ആശാവ്യാൻ മൊബൈൽ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം. ആശാവ്യാൻ മൊബൈൽ യൂണിറ്റ് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും കേരളമാണെന്ന്. ഒരിക്കലുമല്ല. അതിന് ആൻസർ എന്താണ്? ഗുജറാത്ത് ആണ്. എന്താണ്? ഗുജറാത്ത് ആണ് എന്താ ആശാവ്യാൻ എന്ന ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള ഒരു സംവിധാനം, ഒരു മൊബൈൽ യൂണിറ്റ് ആദ്യമായിട്ട് ആരംഭിച്ചത്. സോ ഇത്രയും ചോദ്യങ്ങളും ഇതിന്റെ കണക്റ്റഡ് ഫാക്ട്സും നിങ്ങൾ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് മുന്നേ കണ്ടിട്ട് പോവുക. അതേപോലെ വരാൻ പോകുന്ന പരീക്ഷകൾക്കും ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സോ ഈ വീഡിയോ ആദ്യം മുതൽ കൃത്യമായിട്ട് കാണുക, നോട്ട്സ് ഉണ്ടാക്കി പഠിക്കാം. അടിപൊളിയായിട്ട് പഠിച്ചോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ആ ജോലി എല്ലാവർക്കും എന്ത് ചെയ്യും? ലഭിക്കട്ടെ. ഓക്കെ, കീപ് ലേണിംഗ്. ബൈ.